In this section, I am talking about queues. Queue is another linear data structure. You all are familiar with the queues. Some examples of queues are shown in figure. അതായത് ഇപ്പം നിങ്ങൾ ഒരു ബസ് കയറാൻ വേണ്ടി പോകുമ്പോൾ ബസ്സിൽ നമ്മളിപ്പം ക്യൂ ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഒരു ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ ക്യൂ ആയി നിന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അതായത് ഫസ്റ്റ് വന്ന ആൾക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവുക. അവരെ കാര്യമാണ് കഴിഞ്ഞിട്ട് അടുത്ത ആളെ കൺസിഡർ ചെയ്യുള്ളൂ. അതേപോലെ ഇപ്പോൾ ഒരു വൺ വേ ട്രാഫിക് ആണെങ്കിൽ ഫസ്റ്റുള്ള ഇപ്പം എന്തെങ്കിലും ഇപ്പം ഗേറ്റ് അടിച്ചാൽ ഇപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റുള്ള വണ്ടിയായിരിക്കും ഫസ്റ്റ് പുറത്തോട്ട് പോവാം അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ക്യൂവിന് എക്സാമ്പിളാണ്. നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചറാണ് ക്യൂ. അപ്പോൾ ക്യൂ എന്താണെന്ന് നോക്കാം. എ ക്യൂ ഈസ് എ ലീനിയർ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ വിച്ച് deletion can take place only at one end called the front end and insertion take place only at the other end called rear. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഡാറ്റാ സ്ട്രക്ചർ ആയിരുന്നു സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്കിൻ്റെ കേസിൽ ഇൻസേർഷൻ നടക്കുന്നതും സ്റ്റാക്കിൻ്റെ ടോപ്പിലാണ്, ഡിലീഷൻ നടക്കുന്നതും സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്നാണ്. അതായത് സ്റ്റാക്കിൻ്റെ കേസിൽ നമ്മൾ ഒരേ ഒരു പോയിൻ്ററേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ടോപ്പ്. അതായത് ഇൻസേർട്ട് ചെയ്യുന്നതും ടോപ്പിലോട്ട്, ഡിലീറ്റ് ചെയ്യുന്നതും ടോപ്പിൽ നിന്നായിരുന്നു. പക്ഷേ ഇവിടെ ക്യൂവിൻ്റെ കേസിൽ നമുക്കറിയാം നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് ഓരോരാളായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോവുക. പിന്നെ ആൾ വരുന്നതിന് ബാക്കിലേക്കാണ് ആളെ ആഡ് ചെയ്യുക അല്ലേ. ക്യൂവിൻ്റെ ബാക്കിലല്ലേ നമ്മൾ പോയി നിൽക്കുക. അപ്പോൾ അതിൻ്റെ കേസിൽ അപ്പോൾ നമ്മളിവിടെ രണ്ട് ഓപ്പറേഷൻ ആയിട്ടാണ് പറയുന്നത്. ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ റിമൂവ് ചെയ്യുന്നതിനെ പറയും ഡിലീഷൻ എന്ന്, പുതിയ ആളെ നമ്മൾ ബാക്കിൽ ആഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഇൻസേർഷൻ എന്ന് പറയും. ഇൻസേർഷനും ഡിലീഷനും. അപ്പോൾ ക്യൂവിൻ്റെ കേസിൽ ഇൻസേർഷൻ നടക്കുന്നത് ഒരു എൻഡിലാണ്, ഡിലീഷൻ നടക്കുന്നത് വേറൊരു എൻഡിലാണ്. അപ്പോൾ ക്യൂവിൻ്റെ കേസിൽ ഡിലീഷൻ നടക്കുന്ന എൻഡിനെ നമ്മൾ പറയും ഫ്രണ്ട് എൻഡ് എന്ന് പറയും. ഫ്രണ്ടിൽ നിന്നാണ് ഡിലീഷൻ നടക്കുന്നുണ്ടാവുക. ഇൻസേർഷൻ നടക്കുന്നത് എവിടെയാണ്, ക്യൂവിൻ്റെ ബാക്കിലാണ് ഇൻസേർഷൻ നടക്കുക. ബാക്ക് എൻഡിനെ നമ്മൾ പറയും റിയർ എന്നാണ് പറയുക, റിയർ എൻഡ് എന്ന് പറയുക, റിയർ. അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ കേസിൽ രണ്ട് പോയിൻറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഫ്രണ്ടും ഒന്ന് റിയറുമാണ്. ഇൻസേർഷൻ നടക്കുന്നത് റിയറിലും ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ടിലും ആണ്. രണ്ട് ടേംസ് ഓർമ്മിക്കണം. റിയർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കാണ്. ക്യൂവിൻ്റെ ബാക്കിലാണ് ഇൻസേർഷൻ നടക്കുക. ബാക്ക് എന്ന് പറഞ്ഞാൽ റിയറിലാണ് ഇൻസേർഷൻ നടക്കുക, ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ടിലാണ്. അതുകൊണ്ട് നമ്മൾ അതായത് ഫസ്റ്റ് വന്ന ഡാറ്റ ആയിരിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് വന്ന ആളായിരിക്കും ഫസ്റ്റ് ക്യൂന്ന് ഔട്ടാവുക. ഫസ്റ്റ് നേരത്തെ വന്ന ആളായിരിക്കും ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടാവുക അല്ലേ. അവരായിരിക്കില്ലേ ഫസ്റ്റ് ക്യൂന്ന് പുറത്തോട്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റാ സ്ട്രക്ചർ. ഫസ്റ്റ് വന്ന ആളായിരിക്കും ഫസ്റ്റ് റിമൂവ് ചെയ്യുക, അത് ആളെ ആയിരിക്കും ഫസ്റ്റ് റിമൂവ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ക്യൂവിനെ ഫിഫോ എന്നാണ് പറയുക. ക്യൂ ഫിഫോ ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റാ സ്ട്രക്ചറാണ് ക്യൂ. A queue are also called first in first out FIFO list since the first element in a queue will be the first element out of the queue. അതായത് ക്യൂലോട്ട് ഫസ്റ്റ് വന്ന ഇലമെൻ്റ് ആയിരിക്കും ക്യൂന്ന് ഫസ്റ്റ് ഔട്ട് ആവാം. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഫിഫോ ലിസ്റ്റും സ്റ്റാക്ക് എന്ന് പറയുന്നത് ലിഫോ ലിസ്റ്റും ആണ്. അതായത് ലാസ്റ്റ് വന്ന ആളായിരിക്കും ലാസ്റ്റ് ഔട്ട് ആവുക സ്റ്റാക്കിൽ. ക്യൂവിൽ ഫസ്റ്റ് വന്ന ആളാണ് ഫസ്റ്റ് ഔട്ട് ആവുക. ഇൻ അതർ വേർഡ്സ് ദി ഓർഡർ ഇൻ വിച്ച് ഇലമെൻറ്റ് എൻറ്റേഴ്സ് എ ക്യൂ ഈസ് ദി ഓർഡർ ഇൻ വിച്ച് ദ ലീവ്. അതായത് എങ്ങനെയാണോ ഇലമെൻറ്റ്സ് ക്യൂലോട്ട് ആഡ് ചെയ്യുന്നത് അതേപോലെയായിരിക്കും ക്യൂന്ന് ഇലമെൻറ്റ്സ് ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിളാണ് കാർ ഇൻ എ ലൈൻ. ദി ഫസ്റ്റ് കാർ ഇൻ എ ലൈൻ ഈസ് ദി ഫസ്റ്റ് കാർ ത്രോ. ദി പീപ്പിൾ വെയിറ്റിംഗ് ഇൻ ലൈൻ അറ്റ് എ ബാങ്ക് ഫോം എ ക്യൂ അല്ലേ. ബാങ്കിൽ ഇപ്പം നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടക്കാൻ കുറേ ആളുണ്ട്, നമ്മളോട് ക്യൂ നിൽക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഫസ്റ്റ് വന്ന ആളെ ആയിരിക്കും ഫസ്റ്റ് വിളിക്കുക. അപ്പോൾ ഇതാണ് ക്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ ക്യൂ ഈസ് എ ലീനിയർ ലിസ്റ്റ് ഓഫ് ഇലമെൻറ്റ്സ് ഇൻ വിച്ച് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്ക് പ്ലേസ് അറ്റ് ടു എൻഡ്സ്. ഇൻസേർഷൻ ടേക്ക് പ്ലേസ് അറ്റ് റിയർ എൻഡ് ആൻഡ് ഡിലീഷൻ ടേക്ക് പ്ലേസ് അറ്റ് ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് ക്യൂ ഫസ്റ്റ് ക്യൂ are also called first in first out data structure, and the first element in a queue will be the first element out of the queue.
അല്ലേ? ഫസ്റ്റ് ഇലമെൻറ്റിലേക്ക് വരുന്ന ഇലമെൻ്റ് ആയിരിക്കും ഫസ്റ്റ് ആ ക്യൂന്ന് ഔട്ടാവുന്നുണ്ടാവുക. എക്സാമ്പിൾ ചോദിച്ചാൽ കാറ് അല്ലേ, ദി ഫസ്റ്റ് കാർ ഇൻ എ ലൈൻ ഈസ് ദി ഫസ്റ്റ് കാർ ത്രോ, ദി പീപ്പിൾ വെയിറ്റിംഗ് ഇൻ എ ലൈൻ അറ്റ് എ ബാങ്ക് ഫോം എ ക്യൂ. ഓക്കെ, പിന്നെ അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യൂ. നമുക്ക് നമ്മുടെ സ്റ്റാക്കിനെയും ക്യൂനെയും രണ്ട് വിധത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. മെമ്മറിയിൽ രണ്ട് വിധത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഒന്ന് ലീനിയർ അറേ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ലീനിയർ അറേ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റാക്കിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു. അതേപോലെ നമുക്ക് ക്യൂനെയും ലീനിയർ അറേ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ നമുക്കിതിനെ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാക്കിനെ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ ലിങ്ക്ഡ് സ്റ്റാക്ക് എന്നും, ക്യൂനെ ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ലിങ്ക്ഡ് ക്യൂ എന്നുമാണ് പറയുക. അതായത് നമുക്ക് സ്റ്റാക്കിനെയും ക്യൂനെയും രണ്ട് വിധത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. എറേ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മളിപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പം ലീനിയർ എറേ വെച്ചിട്ട് എങ്ങനെയാണ് ക്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് സ്റ്റാക്കിനെയും ക്യൂവിൻ്റെയും ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അന്നേരം പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നോക്കുക, റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യൂസ്. ക്യൂസ് മേ ബി റെപ്രസെൻറ്റഡ് ഇൻ ദി കമ്പ്യൂട്ടർ ഇൻ വേരിയസ് വേയ്സ്, യൂഷ്വലി ബൈ മീൻസ് ഓഫ് ലീനിയർ അറേ. അല്ലേ, നമുക്ക് ക്യൂവിനെ കമ്പ്യൂട്ടറിൽ പല വിധത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഒന്ന് ലീനിയർ അറേ വെച്ചിട്ടും ഒന്ന് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ലീനിയർ അറേ വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എ വൺ ഡയമെൻഷണൽ അറേ സേ നമ്മൾ ക്യൂനെ എങ്ങനെയാണ് അറേ വെച്ച് ക്യൂ എന്ന് പറയുന്ന ലെറ്റർ ആണ് ക്യൂ എന്ന് പറയുന്ന എറേനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 to n. അതായത് 1 എന്ന് പറയുന്നത് ലോവർ ബൗണ്ടും n എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടും ആണ്. വിത്ത് ദിസ് റെപ്രസെൻറ്റേഷൻ two pointers, namely front and rear, are used to indicate the two ends of the queue. ഈ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ രണ്ട് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടും റിയറും ആണ്. അത് രണ്ട് എൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ ഈ പിക്ചറിൽ ഫ്രണ്ട് കുറച്ച് ഒന്നിൽ കൊടുക്കാണ്ട് കുറച്ച് മുന്നോട്ട് കൊടുത്തേന്ന് പറയും. അതായത് നമ്മൾ ഓരോ ഇലമെൻസിനെ ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്രണ്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് പോവും. വണ്ണിൽ തന്നെ ഫ്രണ്ട് നിൽക്കൂല. നമ്മൾ ഫസ്റ്റിലുള്ള ഇലമെൻറ്റിൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചത്. For insertion of the next element, the pointer rear will be the consultant, and for deletion, the pointer. For the insertion of the next element, the pointer rear will be the consultant, and for deletion, the pointer front will be the consultant. Okay, ഇവിടെ റിയർ എന്ന് എഴുതിയിട്ടുള്ള ഫ്രണ്ട് ആണ് കേട്ടോ. For the insertion of the next element, the pointer rear will be the consultant, and for deletion, the pointer front will be the consultant. അതായത് നമ്മളൊരു ഇലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുക? ആ ക്യൂവിൻ്റെ റിയറിലാണ് ഇൻസേർട്ട് ചെയ്യുക, അല്ലേ? റിയർ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക. ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക? ഫ്രണ്ടിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യുക. ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രണ്ടിലുള്ള ഇലമെൻറ്റിനെ ഫ്രണ്ട് ആദ്യം 1 ഉള്ളതെങ്കിൽ 1ലുള്ള ഇലമെൻറ്റ് പോയാൽ ഇനി ഏത് ഇലമെൻറ്റാണ് ഫ്രണ്ടിൽ വരിക? 2ലുള്ള ഇലമെൻറ്റ് വരും. അപ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്യും? ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഒരു ഇലമെൻറ്റ് പോയാൽ ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മളെ ക്യൂവിൽ 3 സ്റ്റേറ്റ് ഉണ്ടാവും. നമ്മളെ ക്യൂ എം ടി ആണെന്ന് എപ്പോഴാണ് പറയാമെന്ന് നോക്കാം. നമ്മളെ ക്യൂ എപ്പോഴായിരിക്കും എം ടി? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0, റിയർ ഈസ് ഈക്വൽ ടു 0. ഫ്രണ്ടും 0 റിയറും 0 ആണെങ്കിൽ നമ്മളെ ക്യൂവിൽ ഇലമെൻറ്റ്സ് ഒന്നുമില്ല, ക്യൂ എം ടി ആണെന്ന് പറയാം. നമ്മൾ എപ്പോഴാണ് ക്യൂ ഫുള്ളാണെന്ന് പറയാ? ഫ്രണ്ട് 1ഉം റിയർ എന്നും ആണെങ്കിൽ. ഓക്കെ, ക്യൂ എപ്പോഴാണ് ഫുള്ള്? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 1 ആൻഡ് റിയർ ഈസ് ഈക്വൽ ടു n. സച്ച് എ കേസ് ക്യൂ ഈസ് ഫുൾ. ഓക്കെ, ക്യൂ കണ്ടെയ്ൻസ് ഇലമെൻറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എപ്പോഴാണ് പറയാ? ക്യൂവിൽ ഒന്നിൽ കൂടുതൽ ഇലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു റിയർ ആണെങ്കിൽ ക്യൂവിൽ ഒന്നിൽ കൂടുതൽ ഇലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറയും. ക്യൂവിൽ എത്ര ഇലമെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റിയർ മൈനസ് ഫ്രണ്ട് പ്ലസ് 1. ഓക്കെ, റിയർ മൈനസ് ഫ്രണ്ട് പ്ലസ് 1 കണ്ടുപിടിച്ചാൽ നമ്പർ ഓഫ് ഇലമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എൻ ക്യൂവിൻ്റെ അൽഗോരിതം. എന്താ എൻ ക്യൂ എന്ന് പറഞ്ഞാൽ? ക്യൂവിലോട്ട് ഇലമെൻറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻ ക്യൂ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വേണ്ടെന്ന് ഇൻപുട്ട് എന്ന് പറയുന്നത്? എൻ ഇലമെൻറ്റ് ഐറ്റം ദാറ്റ് ഹാസ് ടു ബി ഇൻസേർട്ടഡ്. ഐറ്റം വേണമല്ലേ?
നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഇലമെൻറ്റ് വേണം, അതാണ് ഐറ്റം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്നാ, ദി ഐറ്റം ഈസ് അറ്റ് ദി റിയർ ഓഫ് ദി ക്യൂ. ഔട്ട്പുട്ട് എന്തായിരിക്കും, നമ്മൾ പുതിയ ഐറ്റം എവിടെ ഉണ്ടാവും, റിയറിൽ ഉണ്ടാവും, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്താ ഡാറ്റ സ്ട്രക്ചർ? ക്യൂ ഈസ് ദി എറേ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ക്യൂ സ്ട്രക്ചർ. 2 pointers front and rear of the queue are known. ഓക്കെ, നമ്മൾ എടുക്കുന്നത് എന്താ, ക്യൂ ആണ് എടുക്കുന്നത്. ക്യൂ എന്ന് പറയുന്നത് എറേ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യൂ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിന് 2 പോയിന്റേഴ്സ് ഉണ്ടാവും, ഫ്രണ്ടും ഉണ്ടാവും റിയറും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്നാ നോക്കേണ്ടത്, നമ്മുടെ ക്യൂവിൽ സ്പേസ് ഉണ്ടോ നോക്കണം. അതായത് റിയർ ഈസ് ഈക്വൽ ടു എൻ. റിയർ എൻ ആണെങ്കിൽ എന്താ, ക്യൂ ഈസ് ഫുൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും, എക്സിറ്റ്. എൽസ് ഇഫ് റിയർ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0, ഇപ്പോൾ നമ്മുടെ ക്യൂ എം ടി ആണ്. എം ടി ആകുമ്പോഴാണ് എന്ത് വരിക, റിയറും 0 ഫ്രണ്ടും 0. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യും. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 1, റിയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യണം അല്ലേ. ആൻഡ് ഇഫ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റിയർ ഈസ് ഈക്വൽ ടു റിയർ പ്ലസ് 1. If rear is equal to 0 and front is equal to 0, then front is equal to 1. And if rear is equal to rear plus 1, rear എന്ത് ചെയ്യും, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്യൂ ഓഫ് റിയറിൽ നമ്മൾ എന്ത് ചെയ്യും, ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് അൽഗോരിതം ഡി ക്യൂ ആണ്. ഡി ക്യൂവിൽ നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു ഇലമെൻറ്റിനെ ക്യൂന്ന് ഡിലീറ്റ് ചെയ്യാന്ന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെയും 2 പോയിന്റേഴ്സ് വേണം, ഫ്രണ്ടും റിയറും വേണം. പിന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഡിലീറ്റഡ് ഐറ്റം ഈ സ്റ്റോർഡ് ഇൻ ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ ക്യൂന്ന് ആണ് ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പം നമുക്ക് നോക്കാം, നമ്മൾ ആദ്യം എന്നാ നോക്കേണ്ടത്, ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ക്യൂ എം ടി ആണോ എന്നാണ് നോക്കേണ്ടത്. ക്യൂ എം ടി ആണോ എന്ന് നോക്കുക. എം ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഇലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ എന്ത് എറർ മെസ്സേജ് പ്രിൻ്റ് ചെയ്യും, എന്ത് എറർ മെസ്സേജാണ് പ്രിൻ്റ് ചെയ്യുക, ക്യൂ ഈസ് എം ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള ഐറ്റമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഐറ്റം ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. ഈ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ, എപ്പോഴാണ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ ആവുക, ഒറ്റ ഇലമെൻ്റ് ഉണ്ടെങ്കിൽ ഫ്രണ്ടും റിയറും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം, റിയർ ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഐറ്റത്തിന് നമ്മൾ ഫ്രണ്ടിലുള്ള ഡാറ്റയാണ് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഡിലീഷനാണ് നടത്തണ്ടേ. അപ്പോൾ അതിനാണ് നോക്കുന്നത്, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ, ഫ്രണ്ട് റിയർ ഈക്വൽ ആണോ, എങ്കിൽ എന്ത് സംഭവിക്കും, ആ ഒരു ഇലമെൻറ്റിനെ നമ്മൾ ക്യൂന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ റിയറും 0 ആവും, ഫ്രണ്ടും 0. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഇലമെൻ്റ് അല്ല ഒന്നിൽ കൂടുതൽ ഇലമെൻ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1, ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മുടെ ക്യൂ. നമ്മുടെ ക്യൂവിൽ ഇപ്പം 4 ഇലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, എ എ ബി ബി സി സി ഡി ഡി. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ളത് 1 ആണ്, റിയറിലുള്ളത് ഫ്രണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 1 എന്ന് പറയുന്ന പോയിൻ്റർ വെച്ചിട്ട് റിയറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 4 എന്ന് പറയുന്ന പോയിൻ്റർ വെച്ചിട്ടുമാണ്. ഫ്രണ്ടിലുള്ളത് എ എയും റിയറിലുള്ളത് ഡി ഡിയും ആണ്. അപ്പോൾ എനിക്ക് ഒരു ഇലമെൻറ്റിനെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എന്നാ നോക്കേണ്ടത്, ഫ്രണ്ട് 0 ആണോ നോക്കുക. അല്ല, ഇനി എന്താ ചെയ്യേണ്ടത്, 0 അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ ക്യൂ ഓഫ് ഫ്രണ്ട് കൊടുക്കുക. ക്യൂ ഓഫ് ഫ്രണ്ട് എന്നാ ഇപ്പോൾ ഉള്ളത് എ എ എ അല്ല, ക്യൂ ഓഫ് 1 എ എ എ, അത് ഐറ്റത്തിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അതിന് ശേഷം എന്താ നോക്കുന്നത്, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ, ഇവർ ഫ്രണ്ട് റിയർ ഈക്വൽ ആണോ, അല്ല. അപ്പോൾ നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം, എൽസ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1. ഇനിയത്തെ ഫ്രണ്ട് എന്നാണ് 1 പ്ലസ് 1, അതായത് 2 ആണ് ഇനിയത്തെ ഫ്രണ്ട്. അതായത് ഫ്രണ്ട് 2 ആവും, റിയർ 4 ആവും. ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 2 ഇലമെൻറ്റിനെ ആഡ് ചെയ്യണം, ഇനി ആഡ് ചെയ്യണം, എഫ് ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, എവിടെയാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ക്യൂവിൻ്റെ റിയറിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ നോക്കും, റിയർ ഈസ് ഈക്വൽ ടു എൻ, റിയർ എൻ ആണോ, ഇവിടെ റിയർ എൻ ആണോ, അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് എന്നാ നോക്കുക, ഓക്കെ, നെക്സ്റ്റ് എന്നാ നോക്കുക, നമ്മൾ ഈ റിയർ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0, റിയറും ഫ്രണ്ടും 0 ആണോ, അല്ല. ഇനി അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, റിയർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. നമ്മൾ ഇപ്പോഴത്തെ റിയർ എത്രയാണ്, 4 ആണ്, 4 പ്ലസ് 1 5 വരും. എന്നിട്ട് ക്യൂ ഓഫ് റിയറിലോട്ട് എന്ത് ചെയ്യും, ഐറ്റം ഇൻസേർട്ട് ചെയ്യും. ഐറ്റം എന്ന് പറയുന്നത് ഇ. ഇനി അതേപോലെ അടുത്ത ഇലമെൻറ്റ് റിയർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ.
ഓക്കേ.